എല്ലാവരും നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ ആ ഒരു എക്സ്പീരിയൻസ്? ഈ ഒരു ഹൊറർ മൂവി, ത്രില്ലർ മൂവി നിങ്ങളുടെ ഫസ്റ്റ് അല്ലെന്ന് നമ്മൾക്കറിയാം. ഈ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഈ സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും വലിയൊരു പേര് ഈശ്വസ് വിജയൻ എന്നുള്ളൊരു പേര്. അപ്പോൾ ആദ്യം സാറ് കാണണമെന്ന് പറഞ്ഞ് വിളിച്ച സമയം ഒരു കാര്യം ഉറപ്പായിരുന്നു, കാര്യം ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. കാര്യം ഇതിന് മുമ്പത്തെ സാറിൻ്റെ മൂവീസ് എടുത്ത് നോക്കിയാലും സാർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ. എൻ്റെ ചെറുപ്പകാലം മുതൽ റൊമാൻറ്റിക് സോങ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു എയ്സ് പ്ലെയറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു സബ്ജക്റ്റാണ്, ഒരു ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് പിന്നീട് കഥ കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ട്. അതായത് ഒരു ആക്ഷനാണ്, ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ത്രില്ലറാണ്, റൊമാൻസ് ഉണ്ട്, എല്ലാം ചേർന്നിട്ടുള്ളൊരു ഫ്ലേവറുള്ളൊരു സിനിമയാണ്. പിന്നീട് കൂടുതൽ വർക്ക് ചെയ്ത് തുടർന്നപ്പോഴാണ് മനസ്സിലായത് ഈശ്വസ് വിജയൻ എന്ന് പറയുന്ന ആളുടെ, അപ്പോൾ നമ്മൾ ഈ കാണണമെന്നല്ല, എന്താ പറയുക, ഒരു സാധാരണ നമ്മൾ കാണും എല്ലാവരും ഒരു ഹീറോ ഓറിയൻറ്റഡ് മൂവി ആയിരിക്കും, അല്ലെങ്കിൽ മെയിൽ ഓറിയൻറ്റഡ് മൂവീസാണ്. പക്ഷെ സംഭവം അതല്ല. കാര്യം ഇതിവിടെ ഇരിക്കുന്ന രണ്ട് സുന്ദരിമാർ, രണ്ട് ആക്ട്രസസ്, അവരെ കൊണ്ട് ഫൈറ്റ്, അവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാത്ത പരിപാടിയൊന്നുമില്ല. സോ ഐ വിൽ സേ ദിസ് ഇസ് നോട്ട് ആൻ ആക്ടർ ഓറിയൻറ്റഡ് മൂവി, ദിസ് ആൻ ഈക്വലി ആക്ടർ ആക്ട്രസ് ഓറിയൻറ്റഡ് മൂവി. പെൺപിള്ളേരെ സുന്ദരിമാരെയായിട്ട് കാണിക്കാനും പെൺപിള്ളേരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ എന്താ പറയുക ഊറ്റിയെടുക്കാൻ ഹി ഈസ് എ ബ്രില്യൻ ഡയറക്ടർ. അത് എനിക്കൊണ്ട് അഭിനയിച്ചേക്കുന്ന അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടേക്കുന്ന ആൽബംസിലും അറിയാം, ഹി പ്രസന്റ് ദ ബെസ്റ്റ്, ഹി ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ആക്ടേഴ്സ് ആൻഡ് ഹി ഈസ് വൺ ബ്രില്യൻ ഡയറക്ടർ ടു വർക്ക് വിത്ത്. പിന്നെ ഇന്ന് സാധാരണ ഒരു ഡയറക്ടറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഫൈറ്റിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും, സോങ്ങിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും, ഡാൻസിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാത്തിലും പുള്ളിയുടെ ടച്ച് ഉണ്ട്. ഫൈറ്റ് ആയിക്കോട്ടെ, സോങ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, എവ്രിതിങ് ഈസ് ഓൺ ഹിസ് ഡിസിഷൻ. ദിസ് ഈസ് ആൻ ഈശ്വസ് വിജയൻ ഷോ. അത് തന്നെയാണ് ചിന്തനി. ആൻഡ് ഐ ആം സോ ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും സാക്ഷ്യം പറഞ്ഞാലും സാറ് പറയും അങ്ങനെയല്ല, എൻ്റെ ഒരു രീതി ഉണ്ടെന്നുള്ളത്. പക്ഷേ വെൻ ഇറ്റ് കം ടു സ്ക്രീൻ ഐ സേ kindly sorry. Thank you so much team ചിന്തനി, എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമാണ്, അമിത് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള പരിപാടിയിൽ ഉസ്താദാണല്ലോ. അപ്പോൾ ആദ്യം പുള്ളിക്ക് മൈക്ക് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാര്യം ഇനിയിപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടറിനൊന്നും പറയാൻ പറ്റാത്ത തരത്തിൽ പുള്ളി സംസാരിച്ച് തീർത്തു. പിന്നെ എൻ്റെയൊക്കെ ജനറേഷന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൽബം തുടങ്ങിയ ടൈമും അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ലവ് സോങ്സൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ജനറേഷനിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ സാറിൻ്റെ കൊളാബറേറ്റ് ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പൊതുവെ കൂടുതലും കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് സിനിമകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ സ്കെയിലുള്ള, പിന്നെ ഞാൻ ഒരു ഹൊറർ അഭിനയിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഹൊറർ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആക്ച്വലി ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് സാറിൻ്റെ സിഗ്നേച്ചറുള്ളൊരു സിനിമയാണ്. അപ്പോൾ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിനും ഇത്ര നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിനും അതിയായ സന്തോഷമാണ്. ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിലീസ്. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? അറ്റ്ലീസ്റ്റ് റെസ്പോണ്ട്, ഐ കൻ അണ്ടർസ്റ്റാൻഡ് ഐ എം സ്പീക്കിംഗ് റൈറ്റ് ഓർ റോങ്. എല്ലാവരും ഒന്ന് കൈയടിച്ചാൽ മതി, കം ഓൺ. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐ എം സ്പീക്കിംഗ് റൈറ്റ് ഓർ റോങ്. So I cannot speak so much good Malayalam like Moksha, Aarti and the other cast and crew. So but I'll try a little bit. So Chitini എൻ്റെ ആദ്യ മലയാള സിനിമയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദയവായി just forgive me. I just forgot that line. And second thing, thank you so much East Vijayan sir for trusting me to be a part of one of the central character in Chitini. Sir has kept the movie under wraps, the face under wraps. And also I have made good friends with my co-star Moksha and Aarti and other people. I don't have much scenes with the other, but I enjoyed like backscreen.
And that's it. Looking forward to that, and also like other co-stars were very senior to me, and Joy Anthony, Sudesh sir, Johnny Anthony sir, Amit sir, everyone. And just looking forward to the release. Thank you so much. Aarti. എല്ലാവർക്കും എൻ്റെ വിനമായ നമസ്കാരം. ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇങ്ങനൊരു നിമിഷം. സോ അതെനിക്ക് തന്ന ഇസ്റ്റോസ് വിജയൻ സാറിന് എൻ്റെ 1000 നന്ദിയും കടപ്പാട് ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ടീം ചിത്തിനി, all the members, thank you so much for supporting me. And once again, thank you sir to trust me and given this wonderful opportunity. So പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ തരത്തിലും മാറ്റി നമ്മുടെ ഈ മൂവിയുടെ പ്രൊമോഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഭംഗിയുള്ള ഒരു ഭഗവതിയോ എൻ്റെ ഒരു ഭഗവതി എന്ന് നമ്മൾ വിളിച്ചു പോയിട്ടുള്ളൊരു സമയമുണ്ടായിരുന്നു. യു സ്പീക്ക് മലയാളം റൈറ്റ്? ലിറ്റിൽ ബിറ്റ്. ദിസ് ഇസ് യുവർ സെക്കൻഡ് മലയാളം മൂവി. യു മസ്റ്റ് ടോക്ക് സംതിങ് ഇൻ മലയാളം. സോ എല്ലാവരും അന്ന് ഒരുപാട് ചിന്തിച്ച ഒരു കാര്യമാണ്, എൻ്റെ ദൈവമേ ഏത് ഇത്രയും ഭംഗിയുള്ള ഒരു ഭഗവതി ഇതിനെ നമ്മുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് മോക്ഷ, നമ്മുടെ ചിത്രയിലെ ഒരു ഹീറോയിൻ ആണ്. ഹായ് മോക്ഷ, നമ്മുടെ മലയാളികളോട് എന്താണ് സംസാരിക്കാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി സഹോദരങ്ങൾക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ മോക്ഷായന. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് മൂവി. ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. താങ്ക് യു സോ മച്ച് വിജയൻ സർ ഫോർ ട്രസ്റ്റിംഗ് me once again in Chittini and giving me an opportunity to work with you and with a wonderful cast and crew. Thank you so much everyone. Amit Chetan, Vinay Chetan, it was really a pleasure working with you, and the other two beautiful ladies, Ranjin sir, what an amazing melodious music, and the entire cast and crew. Anil sir, thank you for it was the first movie was also your novel. This is also you're the writer of the story. Thank you so much, and I love you all my Malayali friends. This is like my second home now. Thank you. We need your love and support for Chittini. താങ്ക് യു സോ മച്ച്. യു ഗെറ്റ് ബാക്ക്. താങ്ക് യു. അപ്പോൾ നമ്മൾ